ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നവംബർ 21 വെള്ളി പൃഥ്വിരാജ് സുകുമാരന്റെ ഏറ്റവും പുതിയ മലയാള സിനിമ വിലായത് ബുദ്ധ ഇന്ന് തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. GR ഇന്ദുഗോപന്റെ കഥയെ ആസ്പദമാക്കി നവാഗതനായ ജയൻ നമ്പ്യാരാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. കഥാകൃത്ത് കൂടിയായ GR ഇന്ദുഗോപൻ, രാജേഷ് പിന്നാടൻ എന്നിങ്ങനെ രണ്ടുപേർ ചേർന്നാണ് ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ഉർവശി തിയേറ്റേഴ്സ്, AVA പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ സന്ദീപ് സേനൻ, AV അനൂപ് എന്നിങ്ങനെ രണ്ടുപേർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. അരവിന്ദ് S കശ്യപ്, രണദീപ് എന്നിങ്ങനെ രണ്ടുപേർ ചേർന്നാണ് ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത്. ശ്രീജിത്ത് സാരംഗ് എഡിറ്റിംഗും ജേക്സ് ബിജോയ് സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്നു. പൃഥ്വിരാജിന് പുറമെ പ്രധാന താരങ്ങളായി ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഷമ്മി തിലകൻ, പ്രിയമരാകൃഷ്ണൻ, സുരാജ് വെഞ്ഞാറമൂട്, അനു മോഹൻ, രാജശ്രീ, TJ അരുണാചലം, ധ്രുവൻ, പ്രമോദ് വെളിയനാട്, വിനോദ് തോമസ് എന്നിങ്ങനെയാണ്. സിനിമയുടെ ആദ്യ ദിവസത്തെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 895 ഷോകളിലായി 37,015 ടിക്കറ്റാണ് വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ 13.09% ഒക്കുപ്പൻസിയിലൂടെ 65,06,929 രൂപയാണ് ആദ്യ ദിവസം പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ ആദ്യ ദിവസമായിരുന്ന വെള്ളിയാഴ്ച ഈ സിനിമയ്ക്ക് ചാർട്ട് ചെയ്തിട്ടുള്ളത് 250ഓളം സ്ക്രീനുകളാണ്. UA 16+ സെൻസറിംഗ് സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയ ഈ സിനിമ രാവിലെ 9:30 കേരളത്തിൽ പ്രദർശനം ആരംഭിച്ചത്. ഏകദേശം 3 മണിക്കൂറോളം, കൃത്യമായി പറഞ്ഞാൽ 2 മണിക്കൂർ 56 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമ 12:35 ആദ്യ പ്രദർശനം കേരളത്തിൽ പൂർത്തിയാക്കിയത്. പൃഥ്വിരാജ്, സുകുമാരൻ, ബിജുമേനോൻ എന്നിവർ പ്രധാന താരങ്ങളെ സച്ചി തിരക്കഥെഴുതി സംവിധാനം ചെയ്ത അയ്യപ്പനും കോശിയും എന്ന സിനിമയ്ക്ക് ശേഷം സച്ചി തിരക്കഥെഴുതി സംവിധാനം ചെയ്യാനിരുന്ന സിനിമ കൂടിയായിരുന്നു വിലായത്ത് ബുദ്ധ. ഇതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സച്ചിയുടെ ദാരുണമായ അന്ത്യമുണ്ടാകുന്നത്. തുടർന്ന് സച്ചിയുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിരുന്ന ജയൻ നമ്പ്യാർ ഈ സിനിമയുടെ സംവിധാന ചുമതല ഏറ്റെടുക്കുകയും വിലായത്ത് ബുദ്ധ എന്ന നോവലിന്റെ കഥാകൃത്ത് കൂടിയായ GR ഇന്ദുഗോപനും രാജേഷ് പിന്നാടനും ചേർന്ന് ഈ സിനിമയുടെ തിരക്കഥ പൂർത്തീകരിക്കുകയായിരുന്നു. നോവലിലെ മുഖ്യ കഥാപാത്രങ്ങളിലൊന്നായ ഭാസ്കരൻ മാഷിനെ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഷമ്മി തിലകനാണ്. ഷമ്മിയുടെ പിതാവ് കൂടിയായ തിലകൻ എന്ന മഹാനടന്റെ അഭിനയ പാടവം അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള മികച്ച പ്രകടനമാണ് ഭാസ്കരൻ മാഷ് എന്ന കഥാപാത്രത്തിലൂടെ ഷമ്മി ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ചന്ദന മോഷ്ടാവ് അല്ലെങ്കിൽ ചന്ദന കള്ളക്കടത്തുകാരൻ ഡബിൾ മോഹനൻ എന്ന കഥാപാത്രമായി പൃഥ്വിരാജ് സുകുമാരൻ തന്നെയാണ് ആദ്യാവസാനം നിറഞ്ഞു നിൽക്കുന്നത്. ഭാസ്കരൻ മാസ്റ്റർ എന്ന അധ്യാപകനും അദ്ദേഹത്തിന്റെ ഡബിൾ മോഹനൻ എന്ന മുൻ വിദ്യാർത്ഥിയും തമ്മിലുള്ള പരസ്പരം മാത്സര്യം, വാശി, ഈഗോ തന്നെയാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. സച്ചിയോടൊപ്പം എത്താൻ കഴിഞ്ഞില്ലെങ്കിലും മികച്ച മേക്കിംഗ് തന്നെയാണ് ജയൻ നമ്പ്യാരുടേത്. കഥാകൃത്ത് തന്നെ തിരക്കഥാകൃത്ത് കൂടിയായപ്പോൾ സിനിമയ്ക്ക് മികച്ച അടിത്തറ ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, ജേക്സ് ബിജോയുടെ മികച്ച സംഗീതം എന്നിങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട സാങ്കേതിക വശങ്ങളെല്ലാം തന്നെ പോസിറ്റീവാണ്. ചന്ദനക്കടത്തുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ പുഷ്പ എന്ന സിനിമയുമായി ചിലരൊക്കെ ഈ സിനിമയെ താരതമ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ രണ്ട് സിനിമകളും തമ്മിൽ വളരെ വ്യത്യസ്തതയുണ്ട്. 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ സിനിമയുടെ ദൈർഘ്യം ചെറിയ ചില പോരായ്മയെ ചിലർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. എന്തായാലും പൃഥ്വിരാജിന്റെ അടുത്ത ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുക്കുന്ന മറ്റൊരു സിനിമയായി വിലായത്ത് ബുദ്ധ മാറാൻ പോകുന്നു എന്ന് തന്നെയാണ് പൊതു വിലയിരുത്തൽ വന്നിട്ടുള്ളത്. അങ്ങനെ പൃഥ്വിരാജിന്റെ വിലായത്ത് ബുദ്ധ എന്ന സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.